മരണമെന്നതൊരു രുചിയാണ്. അത് ശരീരത്തിന്റെ ഓരോ കോശങ്ങളെയും കാർന്നു തിന്നുന്ന, ഓരോ രോമകൂപങ്ങളെയും വേദനിപ്പിക്കുന്ന, ശരീരത്തിന്റെ മുഴുവൻ ഭാഗങ്ങളും പ്രതികരിക്കുന്ന ഒന്നാണ് മരണമെന്നത്. അത് രുചിച്ചറിയുക തന്നെ ചെയ്യും ഓരോ ശരീരവും എന്ന് അല്ലാഹു തമ്പുരാൻ പരിശുദ്ധ ഖുർആനിലൂടെ പറയുകയാണ്. ഇമാം ഗസാലി റളിയല്ലാഹു തആല അൻഹു മനോഹരമായ ഒരു ഉദാഹരണത്തിലൂടെ അത് സമർത്ഥിക്കുന്നത് ഇങ്ങനെയാണ്. മനുഷ്യന്റെ ശരീരം പ്രപഞ്ചത്തിന് സമാനമായിട്ട് അദ്ദേഹം ചിത്രീകരിക്കുന്നു. ഈ ഭൂമിയിൽ വെളിച്ചം നൽകുന്നത് സൂര്യനാണെങ്കിൽ പ്രപഞ്ചം പോലെയുള്ള മനുഷ്യന്റെ ശരീരത്തിൽ വെളിച്ചം നൽകുന്നത് അവന്റെ ഹൃദയമാണ്. കേന്ദ്രം അവന്റെ ഹൃദയമാണ്. അവന്റെ ശരീരത്തിലെ ഗ്രഹങ്ങൾ പോലെയാണ് ശരീരത്തിലുള്ള അവയവങ്ങൾ. സൂര്യനനുസരിച്ച് ആ ഗ്രഹങ്ങൾ കറങ്ങുന്നത് പോലെ അവന്റെ ശരീരത്തിലെ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും അതുപോലെ സമുദ്രവുമെല്ലാം ശരീരത്തിൽ തന്നെയുണ്ട്. കണ്ണ്, രോമങ്ങൾ, തല, മുടി, കൈകാലുകൾ, വിരലുകൾ എല്ലാം. അദ്ദേഹം പറയുന്നു, ലോകാവസാനത്തിന്റെ ഘട്ടത്തിൽ ബഹുമാനപ്പെട്ട ഇസ്രാഫീൽ അലൈഹിസ്സലാം സൂർ എന്ന കാഹളത്തിൽ ഊതിയാൽ ഭൂമി തരിപ്പണമാകുന്നത് പോലെ, സൂര്യൻ കെട്ടതിന്റെ വെളിച്ചം മങ്ങി അത് താഴേക്ക് നിപതിക്കുന്നത് പോലെ, സമുദ്രമെല്ലാം ആർത്തലച്ചു വന്ന് ആ സമുദ്രമൊക്കെ പൊട്ടി ആകെ ഭൂമിയിലാകെ ഛിന്ന ഭിന്നമാകുന്നത് പോലെ മനുഷ്യന്റെ ശരീരത്തിന് മരണം വരുമ്പോ അങ്ങനെയാണ്. അവന്റെ ഹൃദയം നിലച്ചു പോകുന്നു. ഗ്രഹങ്ങൾക്ക് സമാനമായ അവന്റെ അവയവങ്ങളുടെ മുഴുവൻ പ്രവർത്തനങ്ങളും നിലയ്ക്കുന്നു. അവന്റെ കണ്ണുകളുടെ കാഴ്ചയില്ലാതെയാകുന്നു. ഇപ്പോൾ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും ഓർത്തു നോക്കൂ. നിങ്ങൾക്കിരിക്കാം, നിൽക്കാം, കടക്കാം, ചിരിക്കാം, എന്തെല്ലാം ചെയ്യാം. ഒരൊറ്റ നിമിഷം മതി എന്റെ സഹോദര, ഓർത്തു നോക്കൂ. ആ നിമിഷത്തിന്റെ രക്ഷയെക്കുറിച്ചൊന്ന് ഓർത്തു നോക്കൂ നിങ്ങൾ. ആ സമയത്തുള്ള രക്ഷയാണ് നമുക്ക് അനിവാര്യമായിട്ടുള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ ഈ കണ്ണുകൾ കൊണ്ടോ കൈകൾ കൊണ്ടോ അതുപോലെ മനുഷ്യന്റെ ശരീരത്തിന്റെ ഒരവയവങ്ങൾ കൊണ്ടുമോ ഒരു ഉപകാരവുമില്ലാത്ത അവസ്ഥയാണ് നമുക്കുള്ളത് എങ്കിൽ നാം പണിയെടുക്കേണ്ടത്, നാം ചിന്തിക്കേണ്ടത്, ബോധത്തോടുകൂടെ നാം ഓർത്തെടുക്കേണ്ടത് ഈ ശരീരത്തിന്റെ ഭംഗിയെക്കുറിച്ചും അതിന്റെ സൗഷ്ഠവത്തെക്കുറിച്ചും അതിന്റെ ആകാരത്തെക്കുറിച്ചും അതിന്റെ നേട്ടത്തെക്കുറിച്ചുമാണോ, അതോ അതിനുശേഷം രക്ഷയും ശിക്ഷയും അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് ഏറ്റുവാങ്ങേണ്ടി വരുന്ന ആ ജീവന്റെ ആത്മാവിന്റെ റബ്ബിന്റെ അടുക്കൽ വിധേയമാക്കപ്പെടുന്ന ആ അല്ലാഹുവിന് മാത്രം അറിയുന്ന ആ ആത്മീയമായ കാര്യങ്ങളെ കുറിച്ചാണോ? അവിടെയാണ് ഇത് ചിന്തിക്കുന്നവര് ബേജാറാകുന്നത്. അല്ലാഹുവേ, ഖബർ വരാനുണ്ടല്ലോ, അല്ലാഹുവേ, മഹ്ശർ വരാനുണ്ടല്ലോ. ഹദീസിൽ കാണാം, ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂൽ നരകത്തിന്റെ ഭീകരതയെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നരകത്തിന്റെ വിഹ്വലമായ രംഗങ്ങളെ 1000 കൊല്ലം അല്ലാഹു നരകത്തെ കത്തിച്ചു. ആ നരകമങ്ങ് ചുവന്നു തൊടുത്തു. വീണ്ടും അല്ലാഹു 1000 കൊല്ലം കത്തിച്ചു. അപ്പോഴേക്കാ നരകം അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം വെളുത്തുപോയി. വീണ്ടും അല്ലാഹു 1000 കൊല്ലം കത്തിച്ചു. ആ നരകത്തിന്റെ കത്തിക്കൽ കാരണം ഫസ്വദ്ദത് കറുത്തുപോയി. ഫഇദാ ഹിയ സൗദാഉ മുളിമാ.
അതുകൊണ്ട് തന്നെ നരകത്തിന്റെ ഭീകരമായ നിറമെന്ന് പറയുന്നത് അത് കറുത്തതും കൂരിരുട്ട് നിറഞ്ഞതുമാണെന്ന വചനം പ്രവാചകർ പറയുമ്പോൾ സ്വഹാബികളുടെ കൂട്ടത്തിൽ കറുത്തിരുണ്ട എത്യോപ്യയിൽ നിന്ന് വന്ന ഒരടിമയുണ്ടായിരുന്നു. കൂട്ടത്തിൽ നിന്ന് ആ മനുഷ്യൻ ആർത്തട്ടഹസിച്ചങ്ങ് നിലംപതിച്ചു പോയി. എല്ലാവർക്കും വലിയ സങ്കടമായി. അല്ലാഹുവേ, വീണുപോയല്ലോ. എല്ലാവരും ആ മനുഷ്യന്റെ ചുറ്റുപാടും ഇങ്ങനെ നിൽക്കുകയാണ്. എല്ലാവർക്കും വലിയ സങ്കടവും വേദനയുമുണ്ട്. ഫനസലൽ അമീനു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നുകൊണ്ട് നബിയോട് ചോദിക്കുകയാണ്, മനിൽ ബാക്കി ബൈന യദൈക യാ റസൂലല്ലാഹ്, ആരാണ് നബിയെ അങ്ങയുടെ സദസ്സിൽ നിന്നുകൊണ്ട് ഇങ്ങനെ കരഞ്ഞു പോയ ആൾ? നരകത്തെ കുറിച്ച് പറഞ്ഞപ്പോഴേക്ക് കണ്ണുകൾ ഒഴുക്കി പൊട്ടിക്കരഞ്ഞു പോയത് ആരാണ് നബിയെ? ഹബീബായ റസൂലുള്ള ആ മനുഷ്യനെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. അതിന്നയാളാണ്, അതിന്ന എത്യോപ്യക്കാരനാണ്. അല്ലാഹുവിന്റെ റസൂലേ ജിബ്രീൽ അലൈഹിസ്സലാം പറയുകയാണ്, ഞാൻ അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് വരികയാണ്, അങ്ങേക്ക് ഈ സന്ദേശം കൈമാറുവാൻ അല്ലാഹു എന്നെ ഏൽപ്പിച്ചതാണ്. അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, വഇസ്സതി വജലാലി വഅളമതി ഫൗക അർശി, എന്റെ സ്ഥാനമാണ്, എന്റെ മഹത്വമാണ്, എന്റെ ഔന്നത്യമാണ് അർശിന് മുകളിലുള്ള. മാ ബഖത് ഐനു അബ്ദിൻ ഫിദ്ദുനിയാ മിൻ മഖാഫത്തിന്നാർ, നരകത്തെ പേടിച്ചുകൊണ്ട് അല്ലാഹുവേ എനിക്ക് നരകമുണ്ടല്ലോ, അതിൽ കിടക്കേണ്ടി വന്നാൽ എന്റെ ഭീകരമായ അവസ്ഥകൾ കണ്ടവരില്ലല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് ആരെങ്കിലും കരഞ്ഞാൽ ഇല്ലാ അക്സറതു ലഹിഖഹാ ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ വെച്ച് അവന്റെ ചിരിയെ ഞാൻ വർദ്ധിപ്പിക്കുമെന്ന് അല്ലാഹു എന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്. നമ്മൾ ഈ സദസ്സിൽ നിന്ന് നേടിയെടുക്കേണ്ടത് അങ്ങനെയുള്ള ഒരു വിചാരമാണ്. എന്റെ സ്നേഹമുള്ളവരെ, സഹോദരീ സഹോദരന്മാരെ, നമുക്കത് പേടിയായി തോന്നണം. ഒന്ന് രണ്ട് ചിന്തകൾക്ക് ഉദാഹരണം പറയുകയാണ് ഞാൻ. സ്വന്തം പിതാവിനോട് അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി യുദ്ധം ചെയ്ത് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട സ്വഹാബി പ്രമുഖനാണ് സയ്യിദുന അബൂ ഉബൈദത്ത് ഇബ്നുൽ ജറാഹ് റളിയല്ലാഹു തആല അൻഹു. ബദറിൽ പങ്കെടുത്തയാളാണ്, സ്വർഗം കൊണ്ട് സുവിശേഷം അറിയിക്കപ്പെട്ടയാളാണ്. ആ മഹാനായ മനുഷ്യൻ പറഞ്ഞത്, ലൗ അന്നീ ബൈനൽ ജന്നതി വന്നാർ, അല്ലാഹു എന്നെ സ്വർഗത്തിന്റെയും നരകത്തിന്റെയും ഇടയിലാക്കി, എനിക്കറിയില്ല എന്റെ കർമ്മങ്ങൾ കൊണ്ട് ഞാൻ സ്വർഗസ്ഥനാകുമോ അതോ നരകാവകാശിയാകുമോ. അവിടെ വെച്ച് വിളിക്കപ്പെടുന്നു, ഫരീഖും ഫിൽ ജന്നതി വഫരീഖും ഫിസ് സഈർ. വിഭാഗം സ്വർഗാവകാശികളും മറ്റൊരു വിഭാഗം നരകാവകാശികളുമാണ് എന്ന് വിളിക്കപ്പെടുമ്പോൾ എനിക്കല്ലാഹു എവിടെയാണ് ഞാൻ കിടക്കുക എന്ന ഉറപ്പ് നൽകിയിട്ടില്ല എങ്കിൽ, എനിക്കത് പേടിയാണെങ്കിൽ എനിക്കറിയില്ല ഞാൻ സ്വർഗത്തിലാകുമോ എന്ന്. അങ്ങനെ ഒരവസരമാണ് എനിക്കുള്ളത് എങ്കിൽ ഞാൻ ഒരു ചാരമായിരുന്നുവെങ്കിൽ എന്ന് കരുതിപ്പോകും. വലിയ ഒരു സ്വഹാബി പറയുകയാണ്, ഞാൻ ആഗ്രഹിക്കുക ഞാൻ സ്വർഗത്തിലായിരിക്കും എന്ന ഉറപ്പിലല്ല, അതെനിക്കറിയാത്തത് കാരണം ഞാൻ കരുതും അല്ലാഹുവേ ഞാനൊരു പിടിച്ചാരമായിരുന്നുവെങ്കിൽ എന്ന്. ഇസ്ലാമിന്റെ മൂന്നാം ഖലീഫ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു വചനം കാണാം, ലവദിത്തു അന്നീ കബ്ശുൻ യസ്ബഹുനി അഹ്ലി.
എന്റെ കൂട്ടുകുടുംബങ്ങൾ അറുത്ത് ഭക്ഷണമായി കഴിക്കുന്ന ഒരാടിനെ പോലെയാണ് ഈ ഭൗതികമായ ലോകത്ത് ഞാൻ ജീവിച്ചിരുന്നത് എങ്കിലെന്ന് സ്വഹാബിയായ ഖലീഫയായ നബി തിരുമേനിയുടെ 2 പെൺകുട്ടികളെ കല്യാണം കഴിച്ച സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, വലിയ ആളുകളൊക്കെ ഇങ്ങനെയാണ് പേടിച്ചിരുന്നത്. ഒട്ടനേകം ഹദീസുകൾ നിവേദനം ചെയ്ത നബിയുടെ ഒരു സേവകനെ പോലെ ജീവിതം കഴിച്ചുകൂട്ടിയ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ ഒരു സദസ്സിന്റെ സമീപത്തുകൂടെ നടന്നു പോവുകയാണ്. ആ സദസ്സിലുള്ളവർ ചർച്ച ചെയ്യുന്നത് വിശുദ്ധമായ സൂറത്തുൽ വാഖിയയിലെ ചില കാര്യങ്ങളാണ്. അസ്ഹാബുൽ മുഖറബീങ്ങളെ കുറിച്ചും അതുപോലെ അല്ലാഹു തമ്പുരാൻ നൽകിയിട്ടുള്ള അസ്ഹാബുൽ മൈമനെ കുറിച്ചും അസ്ഹാബുൽ യമീനിനെ കുറിച്ചും അവരൊക്കെ ഇങ്ങനെ പറയുകയാണ്. ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, അസ്ഹാബുൽ യമീൻ, അസ്ഹാബുൽ മൈമന, ഉലൈകൽ മുഖറബൂൻ, പടച്ചവനിലേക്ക് ഏറ്റവും അടുത്ത ആളുകൾ, വലതുപക്ഷക്കാരായ ആളുകൾ, അവരിങ്ങനെയാ മരിക്കുക, അവർക്ക് സ്വർഗത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ട്, നമ്മൾ ഏതിലായിരിക്കും പെടുക എന്നൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്യുന്ന സ്വഹാബികൾക്കിടയിലൂടെ ഒരിക്കൽ അദ്ദേഹം ഇങ്ങനെ നടന്നു പോവുകയാണ്. അദ്ദേഹം തിരിഞ്ഞു നോക്കി. വലിയ മഹാനാണ്, സ്വഹാബിയാണ്, പ്രമുഖനാണ്. പക്ഷേ ആ മഹാനായ മനുഷ്യൻ പറയുന്നത്, എങ്കിൽ ഹാഹുനാ റജുലുൻ, നിങ്ങളുടെ കൂടെ ഒരാളുണ്ട്, വദ്ദലൗ അന്നഹു ഇദാ മാത ലം യുബഅസ്, മരിച്ചതിന് ശേഷം പുനർജനിച്ചില്ലെങ്കിൽ എന്നാഗ്രഹിക്കുന്ന ഒരാൾ. കാരണം അറിയില്ല ഞാൻ എന്തായിരിക്കും, സ്വർഗാവകാശിയാവുമോ നരകാവകാശിയാവുമോ എന്നറിയില്ല. അങ്ങനത്തെ ഒരാൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെന്ന് സയ്യിദുനാ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു. എല്ലാവരും അവരുടെ പേര് കേൾക്കുമ്പോഴൊന്ന് പറയൂ, സയ്യിദുനാ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു. മൈ ഏക് തിൻകാ ഹോതാ, ഞാൻ ഒരു പുൽക്കൊടിയായിരുന്നുവെങ്കിൽ, മൈ ഏക് ചിടിയാ ഹോതാ, ഞാൻ ഒരു പക്ഷിയായിരുന്നുവെങ്കിൽ, ഇങ്ങനെയൊക്കെയായിരുന്നു അവരുടെയൊക്കെ ചിന്ത എങ്കിൽ, എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ എത്രമേൽ ബേജാറാവണം, നമ്മൾ എത്രമേൽ പേടിക്കണം, നമ്മൾ എത്രമേൽ ഭയക്കണം. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ യാത്രയൊന്ന് ആലോചിച്ചു നോക്കൂ. ഖബറിന്റെ ഏകാന്തതയിലേക്ക് എല്ലാവരും നാം ഒറ്റക്ക് വന്നതുപോലെ, ഏകനായി നാം വന്നതുപോലെ, നമുക്ക് കൂട്ടുകാരും സന്തതികൾ, നമ്മുടെ മാതാപിതാക്കളും നമ്മെ കാത്തിരിക്കുന്ന ഒരു ലോകത്തേക്കാണ് ഒറ്റക്ക് നാം വന്നത് എങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഒറ്റക്ക് വന്നതിനേക്കാൾ ഭീകരമായ അവസ്ഥയിൽ നാം മടങ്ങിപ്പോകുന്ന ആ രംഗം, ആരുമില്ലാത്ത രംഗം. ഇവിടെ നമുക്ക് എല്ലാവരും ഉണ്ടായിരുന്നു. ഇവിടെ നമുക്ക് ഭാര്യയുണ്ട്, മക്കളുണ്ട്, കൂട്ടുകാരുണ്ട്, നമ്മെ അറിയുന്നവരും കാണുന്നവരുമുണ്ട്. നാം മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സ്വന്തമായിട്ടൊന്നുമില്ല. എല്ലാം നമ്മുടെ അനന്തരാവകാശികളുടേതായി. പിന്നെ നമ്മുടെ പേര് മാറ്റിയവർ, നമ്മുടെ ഓരോ സാധനങ്ങളും അവരെല്ലാവരും പങ്കിട്ടെടുക്കാൻ തുടങ്ങി. നമ്മുടെ വസ്ത്രങ്ങൾ നമ്മുടേതല്ലാതെയായി മാറി, നമ്മുടെ വാഹനങ്ങൾ നമ്മുടെ അല്ലാതെയായി മാറി. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങൾ അണിഞ്ഞിരിക്കുന്ന സ്വർണ്ണാഭരണങ്ങളുണ്ടല്ലോ, അതൊന്നും നിങ്ങളുടേതല്ലാതെയായി മാറി. നിങ്ങളുടെ മക്കളുടെ, നിങ്ങളുടെ ഭർത്താവിന്റെ ആരാണോ നിങ്ങളുടെ അനന്തരാവകാശികൾ, അവരുടേതായി മാറി. നിങ്ങൾ ഖബറിലേക്കുള്ള ഏകാന്തമായ യാത്രയിലാണ്. ഈ യാത്ര നിങ്ങളുടെ പരീക്ഷണമാണ്. ഈ യാത്ര നിങ്ങൾ നല്ലവരാണെങ്കിൽ നിങ്ങളുടെ കൂടെ മലക്കുകൾ ഉണ്ടാകും, നിങ്ങളുടെ മുന്നിൽ മലക്കുകൾ ഉണ്ടാകും, നിങ്ങളുടെ പിന്നിലും മലക്കുകൾ ഉണ്ടാകും. നിങ്ങൾക്ക് വേണ്ടി മലക്കുകൾ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തും. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മനുഷ്യരുടെ കൂടെ, മയ്യിത്തിന്റെ കൂടെ
അള്ളാഹുവിന്റെ മലക്കുകൾ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയായിരിക്കും. ആ സഞ്ചരിക്കുന്ന മലക്കുകൾ ഈ മയ്യിത്തിനെ നോക്കിക്കൊണ്ട് പറയുകയാണ്, മാ ഖദ്ദമ ഫുലാൻ, ഈ മനുഷ്യൻ ഇനിയുള്ള ജീവിതത്തിന് വേണ്ടി എന്താണ് മുൻപേ ചെയ്തു വെച്ചിരിക്കുന്നത്? ഇന്നൽ മലായികത തംശി അമാമൽ ജനാസ, മയ്യിത്തിന്റെ കൂടെ ആളുകളെക്കാൾ കൂടുതൽ മലക്കുകൾ ഉണ്ടാകുമെന്നാണ്. നല്ലവനാണെങ്കിൽ നല്ല മലായികത്തായിരിക്കും. നിങ്ങൾക്കറിയുമോ, ബഹുമാനപ്പെട്ട സഅദ് ബിൻ മുആദ് റളിയല്ലാഹു തആല അൻഹു വലിയ മഹാനല്ലേ? ബദറിന്റെ യുദ്ധക്കളത്തിലേക്ക് റസൂലുള്ള പോകുമ്പോ നിങ്ങൾക്കറിയാമല്ലോ, യുദ്ധം ചെയ്യാനല്ല റസൂലുള്ള പോകുന്നത്. പിന്നെയോ തിരിച്ചു വരുന്ന കച്ചവട സംഘത്തിൽ നിന്ന് തങ്ങളെ ആക്രമിച്ചതിന് പ്രതികാരം ചോദിക്കുവാനാണ്. മക്കയിൽ അവർ പിടിച്ചെടുത്തിരുന്ന ധനത്തിന് പകരം ചോദിക്കുവാനാണ്. വഴിവക്കിൽ വെച്ചാണ് ആയിരത്തോളം വരുന്ന ശത്രുക്കൾ തങ്ങൾക്കെതിരെ യുദ്ധത്തിന്റെ പുറപ്പാടുമായി വരുന്നുണ്ടെന്ന വിവരം അവരറിയുന്നത്. ഹബീബായ നബി തിരുമേനി കൂടെയുള്ളവരോട് ചർച്ച ചെയ്യുകയാണ്, സ്വഹാബികളെ, ഇതാ നമുക്കെതിരായി പുറപ്പെട്ടിരിക്കുന്നു, നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് ചോദിക്കുമ്പോ അബൂബക്കർ റളിയല്ലാഹു അൻഹുവും ഉമർ റളിയല്ലാഹു അൻഹുവും എഴുന്നേറ്റ് നിന്നുകൊണ്ട്, യാ റസൂലല്ലാഹ്, അങ്ങേക്ക് വേണ്ടി ഞങ്ങൾ മരിക്കാൻ തയ്യാറാണ്. ഹബീബായ നബിയുടെ മുഖം വല്ലാതെ വിവർണമായി. സന്തോഷം കൊണ്ടവിടുത്തെ മുഖം ചുവന്നവിടുത്തെ കണ്ണുകൾ പതറുന്നത് മഹാന്മാരായ അൻസാരികളായ സഹാബികളെയാണ്. അൻസാരികളുടെ മുഖത്തേക്ക്, അവരുടെ ശരീരങ്ങളിലേക്ക് തനിക്ക് താങ്ങും തണലുമായി നിൽക്കേണ്ടവർ, എന്നാൽ അല്ലാഹുവിന്റെ റസൂലുമായി പരിചയപ്പെട്ട് ഏതാനും മാസങ്ങൾ, വർഷങ്ങളായ ആ സ്വഹാബികളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ അതാ എഴുന്നേറ്റ് നിൽക്കുന്നു ബഹുമാനപ്പെട്ട സഅദ് ബിൻ മുആദ്. നബിയേ, ഞങ്ങളെയാണോ അങ്ങ് ഉദ്ദേശിക്കുന്നത്? പേടിക്കണ്ട നബിയേ, അങ്ങേ ഞങ്ങൾ സംരക്ഷിക്കുവാൻ തയ്യാറാണ്. ഞങ്ങളുടെ ധനത്തെക്കാളും ഞങ്ങളുടെ സന്താനങ്ങളെക്കാളും ഞങ്ങൾ അങ്ങേ സംരക്ഷിക്കാൻ തയ്യാറാണ്. യാ റസൂലല്ലാഹ്, അങ്ങ് ഞങ്ങളുമായിട്ടൊരു മലമുകളിൽ കയറിയാൽ അങ്ങയുടെ പിന്നാലെ ഞങ്ങളും കയറും നബിയേ. അങ്ങ് ഞങ്ങളുമായിട്ടൊരു സമുദ്രത്തിലേക്ക് എടുത്തു ചാടിയാൽ ഞങ്ങൾ അങ്ങയുടെ പിന്നാലെ കയറും നബിയേ. അല്ലാഹുവിന്റെ റസൂലേ, അങ്ങ് ഞങ്ങളുമായിട്ടൊരു സമുദ്രത്തിലേക്ക് എടുത്തു ചാടിയാൽ ഞങ്ങൾ ഉണ്ടാകുമെന്ന് മാത്രമല്ല, അങ്ങയുടെ വലതുഭാഗത്ത് ഞങ്ങളുണ്ടാകും, അങ്ങയുടെ ഇടതുഭാഗത്ത് ഞങ്ങളുണ്ടാകും, അങ്ങയുടെ മുന്നിലും അങ്ങയുടെ പിന്നിലും ഞങ്ങളും ഉണ്ടാകും എന്ന് പറഞ്ഞ് ആവേശഭരിതനാക്കിയ ബഹുമാനപ്പെട്ട സഅദ് ബിൻ മുആദ് മരിച്ചുപോയി. അദ്ദേഹം വഫാത്തായി പോയി. റസൂലുള്ളാഹിക്ക് വലിയ സങ്കടമായി. ആ മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് അവിടുന്ന് പറഞ്ഞു, ഇഹ്തസ്സ അർശുർ റഹ്മാനി ഫീ മൗതി സഅദ് ബിൻ മുആദ്. നമ്മുടെ കൂട്ടുകാരനായ സഅദ് ബിൻ മുആദിന്റെ മരണത്തിൽ എന്റെ സ്വഹാബികളെ, അല്ലാഹുവിന്റെ അർശ് പോലും കിടുങ്ങിപ്പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. ആ സഅദിന്റെ മയ്യിത്തുമായി സങ്കടപ്പെടുന്ന ഹൃദയവുമായി നബിയും അനുയായികളും പോവുകയാണ്. പോകുന്ന സമയത്ത് അവിടുന്ന് നടക്കുന്നത് കാലിന്റെ വിരലുകളിലാണ്. എന്തുകൊണ്ടാണ് നബിയെ നിങ്ങൾ അങ്ങനെ നടക്കുന്നത്? അവിടുന്ന് മറുപടി പറഞ്ഞു, സ്വഹാബികളെ, സഅദ് ബിൻ മുആദിന്റെ മയ്യിത്തിനെ അനുധാവനം ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്ന മാലാഖമാരുടെ വർദ്ധിച്ച അംഗസംഖ്യകൾ കൊണ്ട് എന്റെ കാൽപാദം എനിക്ക് ഭൂമിയിൽ ചവിട്ടാൻ കഴിയുന്നില്ലെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ നമുക്ക് യാത്ര ചെയ്യേണ്ടി വരും. ഖബർ എന്ന് പറയുന്നത് ഏകാന്തമായ വീടാണ്, അല്ലേ? ആരുമില്ലാത്ത നാളെ കിടക്കുന്ന വീട്, ഖബറെന്ന മണ്ണറക്കൂട്. വല്ലാത്ത വരികളാണത്. ഖബറെന്ന മണ്ണറക്കൂട്. നിങ്ങളൊക്കെ കിടക്കുന്ന കിടപ്പറയെ കുറിച്ചൊന്ന് ഓർത്തു നോക്കൂ. നമ്മുടെ മെത്തകളെ കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കൂ.
നമ്മുടെ വീടിന്റെ വിശാലതയെക്കുറിച്ചും റൂമുകളുടെ വിസ്താരത്തെക്കുറിച്ചും ചുമരുകളെ കുറിച്ചും ഫാനിനെ കുറിച്ചും ഒന്ന് ഓർത്തു നോക്കൂ. എന്നാൽ ഖബറിന്റെ ഭീകരമായ അവസ്ഥയുണ്ടല്ലോ, അത് വല്ലാത്ത ഭീകരമായ ഒരു രംഗം തന്നെയാണ് എല്ലാവർക്കുമുള്ളത്. സാമീരി തീർത്ത കാള ദൈവവും ശബ്ദാദിന്റെ സ്വർഗവും കാറൂനിന്റെ കാഞ്ചന കനികളും കാലങ്ങളായി ലോകത്ത് സ്മരിക്കപ്പെടുന്ന എല്ലാവർക്കും നമുക്കുള്ളത്, നമ്മെ കാത്തിരിക്കുന്ന വീട്. സ്നേഹമുള്ളവരെ, ആ ഖബർ ഞാൻ ഇന്നലെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ നന്മയുള്ളവരാണെങ്കിൽ നമുക്ക് വേണ്ടി അല്ലാഹു ഖബർ സ്വർഗമാക്കി പരിവർത്തിപ്പിക്കുന്നതാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അതാണ് അവിടുന്ന് പറഞ്ഞത്, അൽ ഖബ്റു ഇമ്മാ റൗളത്തും മിൻ റിയാദിൽ ജന്ന. ഒന്നുകിൽ ഖബർ സ്വർഗ്ഗത്തോപ്പുകളിലെ ഒരു തോട്ടമായിരിക്കും, ഔ ഹുഫ്റത്തും മിൻ ഹുഫരിൻ നീറാൻ, അല്ലെങ്കിൽ നരകക്കുഴിയിലെ ഒരു കുഴിയായി ഓരോ മനുഷ്യർക്കും ഖബർ അനുഭവപ്പെടുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനെ പേടിച്ചവരുണ്ടായിരുന്നു മുൻഗാമികൾ. നിങ്ങൾ കേട്ടിട്ടില്ലേ, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു 13ാം നൂറ്റാണ്ടിലെ ഭരണാധികാരിയാണ്. വലിയ സ്നേഹനിധിയായ പ്രവാചകരുടെ അനുയായികളെ പോലെ 5ാം ഖലീഫ എന്നും 2ാം ഉമർ എന്നും ചരിത്രത്തിൽ അറിയപ്പെടുന്നയാളാണ്. എന്താ അദ്ദേഹത്തിന്റെ പ്രത്യേകത? അദ്ദേഹം ഭരണാധികാരിയാകുന്നതിന്റെ മുമ്പ് സൗന്ദര്യത്തെയും അതുപോലെ സമ്പന്നതയെയും വല്ലാതെ മോഹിച്ച ഒരു മനുഷ്യനായി. നല്ല വസ്ത്രം ധരിക്കും, നല്ല സുഗന്ധങ്ങൾ പൂശും. ഉമർ നടന്നു പോകുന്ന വഴികളിൽ കാണാൻ വേണ്ടി ആളുകൾ കാത്തു നിൽക്കാറുണ്ടായിരുന്നു. എത്രത്തോളം എന്ന് വെച്ചാൽ മൗലാന സയ്യിദ് അബുൽ ഹസൻ അലി നദവി പറയുന്നുണ്ട്, ഉമരിയ നടത്തം, അദ്ദേഹത്തിന്റെ പ്രത്യേകമായ സ്റ്റൈലിലുള്ള ഒരു നടത്തം പോലും മദീന നിവാസികൾക്കിടയിൽ പ്രസിദ്ധമായിരുന്നു എന്ന്. അങ്ങനെയുള്ള മഹാൻ ഭരണസാരഥ്യം ഏറ്റെടുത്തു. ആഗ്രഹിച്ചിട്ടല്ല ഏറ്റെടുത്തത്, നിർബന്ധിതനായിട്ടാണ്. അദ്ദേഹത്തിന്റെ തലസ്ഥാനം ഡമസ്കസിലാണ്. കാണാൻ വേണ്ടി പോയി തന്റെ ഉസ്താദായ ശൈഖ് അബൂ ഹാസിം മദീന പള്ളിയിൽ നിന്ന് തനിക്ക് അധ്യാപനം നടത്തിയിരുന്ന മഹാനായ പണ്ഡിതൻ അദ്ദേഹത്തെ കാണുവാൻ വേണ്ടി പോയി. കാണാൻ ചെന്നപ്പോൾ പാറാവുകാര് കടത്തിവിട്ടു. വലിയ കൊട്ടാരമല്ല, ചെറിയ ഒരു കൊട്ടാരത്തിൽ കുറെ ആളുകൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. കൂട്ടത്തിൽ ഈ മഹാനായ മനുഷ്യനെ കാണുന്നില്ല. കുറെ നോക്കിയപ്പം മനസ്സിലായി ഈ മനുഷ്യനാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്ന് മനസ്സിലായി. സലാം പറഞ്ഞുകൊണ്ട് അടുക്കലേക്ക് ചെന്നിട്ട് ശൈഖ് അബൂ ഹാസിം പറയുകയാണ്, കാന മർകബുക അലിയാ, ഇതെന്തു പറ്റിപ്പോയി? നിങ്ങളുടെ വാഹനമൊക്കെ വലിയ വാഹനമായിരുന്നല്ലോ. നിങ്ങൾ നല്ല ഉഷാറുള്ള നല്ല തൂവെള്ള വസ്ത്രം ധരിച്ചിരുന്നയാളായിരുന്നല്ലോ. നിങ്ങളുടെ മുഖം നല്ല പ്രശോഭിതമായിരുന്നല്ലോ. നിങ്ങളിങ്ങനെ സുഭിക്ഷമായി ആഹാരം കഴിക്കുന്നയാളായിരുന്നല്ലോ. നിങ്ങൾക്ക് ഒരുപാട് കാവൽക്കാരുണ്ടായിരുന്നല്ലോ. ഇന്ന് നിങ്ങളെ കാണാൻ വയ്യ. നിങ്ങളുടെ മുഖമെല്ലാം വല്ലാതെ ഒട്ടിയിരിക്കുന്നുവല്ലോ, നിങ്ങളുടെ ശരീരമെല്ലാം വല്ലാതെ ശോഷിച്ചിരിക്കുന്നുവല്ലോ. ഫമല്ലദീ ഗയ്യറക വഅൻത അമീറുൽ മുഅ്മിനീൻ, ഇതെന്തു പറ്റിപ്പോയി? നിങ്ങൾക്ക് എന്തൊരു മാറ്റമാണ് അമീറുൽ മുഅ്മിനീനെ വന്നത്? എന്താ പറ്റിയത് എന്ന് ചോദിച്ചു. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് മുഖമുയർത്തി, ഖലീഫ മുഖമുയർത്തി. എന്നിട്ട് അദ്ദേഹം പറയാൻ തുടങ്ങി, അല്ലയോ ഉസ്താദേ,
ഇന്ന് നിങ്ങൾ എന്നെ വല്ലാതെ ആക്ഷേപിക്കുന്നുണ്ടല്ലോ, എന്റെ വസ്ത്രത്തെക്കുറിച്ചും എന്റെ വാഹനത്തെക്കുറിച്ചും എന്റെ ശാരീരികമായ രൂപത്തെക്കുറിച്ചും. അങ്ങനെയാണെങ്കിൽ കൈഫ ലൗ റഅയ്തനീ ബഅദ സലാസ് വ അന ഫീ ഖബ്രി, എന്റെ ഖബറിനുള്ളിൽ ഞാൻ അടക്കപ്പെട്ട് കഴിഞ്ഞാൽ 3 ദിവസം കഴിഞ്ഞ് നിങ്ങൾ എന്നെ കണ്ടാൽ എന്തായിരിക്കും എന്റെ അവസ്ഥ? വഖദ് സാല ഹദഖതായ അലാ വജ്നതായ, എന്റെ കവിൾ തടങ്ങളിലൂടെ എന്റെ കണ്ണുകൾ ഇങ്ങനെ പൊട്ടി ഒഴുകുന്നുണ്ടാകുമല്ലോ. വൻശഖ ബത്നി, എന്റെ വയറെല്ലാം പിളർന്ന് വജറത്തി ദീദാനു ഫീ ബദനി, എന്റെ ശരീരത്തിലൂടെ പുഴുക്കളെല്ലാം ഇങ്ങനെ ഓടുമ്പോ ലകുന്ത അശദ്ദ ഇൻകാറൻ അലൈക ഇലയ്യ മിൻ യൗമിക ഹാദാ, എന്റെ മാംസളമായ മുഴുവൻ ഭാഗങ്ങളും ഇങ്ങനെ കൊഴിഞ്ഞ് കൊഴിഞ്ഞ് പൊഴിഞ്ഞ് വീണെന്നെ നിങ്ങൾ കണ്ടാൽ ഇന്ന് നിങ്ങൾ എന്നെ ആക്ഷേപിക്കുന്നതിനേക്കാൾ വലിയ ആക്ഷേപം അന്ന് നിങ്ങൾ എന്നെ ചെയ്യുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയായത്. നിങ്ങളല്ലേ എന്നെ പഠിപ്പിച്ചത് ഒരു ഹദീസ്, ഇന്ന ബൈന ഐദീകും അഖബതൻ കഊദാ, ഒരിക്കലും വിട്ടുകടക്കൽ പ്രയാസമായ ഒരു വലിയ വഴി തടസ്സം നിങ്ങൾക്ക് വരാനുണ്ട്. ആ വഴി തടസ്സം ലൻ യുജവ്വിസഹാ ഇല്ലാ കുല്ലു ളാമിരിൻ മഹ്സൂൽ, പടച്ചവനുള്ള ഇബാദത്തിലായി ഭൗതികമായ താല്പര്യം വെടിഞ്ഞ് ശാരീരികമായ മെഡിച്ചിൽ സ്വീകരിച്ചവനല്ലാതെ ആ വലിയ ഭീകരമായ വൈതരണിയെ കവച്ചു വെക്കാൻ കഴിയുകയില്ല എന്ന തിരുവചനം നിങ്ങളല്ലേ ഉസ്താദെ എന്നെ പഠിപ്പിച്ചത് എന്ന് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്. ഖബറിനെ കുറിച്ച് അവർ ഓർത്ത് അല്ലേ? ഖബറെന്ന് കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാവിട്ടു നീ കരയേണ്ടതാ, മേടയ്ക്കു പകരം മാളമാ സുബ്ഹാന റബ്ബി അതിൽ കിടക്കേണ്ടതാണ് അസ്മാന. പഴയ കാലത്തുള്ള വാളുകളിലൊന്നും ഇത് പാടാതെ അവർ പോയിരുന്നില്ല മുഅ്മിനീങ്ങളെ. ഖബറിൽ പോയി ഒരല്പ നിമിഷം കഴിഞ്ഞാൽ വായു സഞ്ചാരമില്ലാത്ത ഖബറിന്റെ അന്തരീക്ഷത്തിൽ ശരീരം ഇങ്ങനെ വീർക്കാൻ തുടങ്ങും. അവിടെയുള്ള പ്രത്യേകങ്ങളായ വാതകങ്ങൾ ശരീരത്തിൽ പ്രവർത്തിച്ച് ശരീരം ഇങ്ങനെ വീർക്കാൻ തുടങ്ങും. മൂക്കിലൂടെയും മറ്റു ദ്വാരങ്ങളിലൂടെയും രക്തമൊഴുകാൻ തുടങ്ങും. അതിങ്ങനെ വർദ്ധിച്ച് ശരീരം പഴുക്കാൻ തുടങ്ങും. ശരീരത്തിലുള്ള ബാക്ടീരിയകൾ പുഴുക്കളായി മാറുന്നു. 3 ദിവസം കഴിഞ്ഞാൽ ശരീരത്തിലെ ഏറ്റവും നിർമ്മലമായ ഭാഗങ്ങളിലൊന്നായ കണ്ണുകൾ അടർന്നു വീഴും. കണ്ണില്ലാത്ത ശരീരമായി മാറും. അതുപോലെ തലയോട്ടിയും കോശങ്ങളും അപ്രകാരം മാംസങ്ങളും എല്ലുകളുമായി വേർപ്പെടാൻ തുടങ്ങും. അല്ലാ, ആ സമയത്ത് ഖബറെങ്ങാനും തുറക്കപ്പെട്ടാൽ എത്ര വലിയ സുഗന്ധപൂരിതനായി നടന്നവനാണെങ്കിലും അവന്റെ ദുർഗന്ധം സഹിക്കാൻ മനുഷ്യരെ കൊണ്ട് കഴിയില്ല. അത്രമേൽ ദുർഗന്ധം എന്റെ പ്രിയപ്പെട്ടവരെ നമുക്കോരോരുത്തർക്കും ഉണ്ടാകും. അസ്ഥിപഞ്ജരങ്ങളായി നമ്മൾ ഖബറിന്റെ ഉള്ളിൽ മാറുന്നതാ.